ഹലോ UGC നെറ്റ് JRF ആസ്പിരൻസ്. ഇന്നത്തെ എഡ്യൂമെൻ്റൽ സെഷനിൽ ജനറൽ പേപ്പർ യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ടൈപ്സ് ഓഫ് ടീച്ചിങ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ടീച്ചിങ് എന്ന ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ടുഡേയ്സ് സെഷൻ. ടൈപ്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ് എന്നത് പലതരത്തിലുണ്ട്. അതായത് ഒരു ക്ലാസ് റൂം ഒരു ടീച്ചർ ഫുള്ളി മാനേജ് ചെയ്ത് ഫുൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലും ടോട്ടൽ ഫ്രീഡം കൊടുക്കുന്ന തരത്തിലും അങ്ങനെ പലതരത്തിൽ ടീച്ചിങ് ടൈപ്സ് വരുന്നുണ്ട്. ആ ഓരോ ടൈപ്സും ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്, അതോറിറ്റി എങ്ങനെയായിരിക്കും, ഗൈഡൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം നമ്മൾ ഈ ടോപ്പിക്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇത് മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ഒരു ക്ലാസ് റൂമിൽ ചെല്ലുന്ന സമയത്ത് എങ്ങനെ ഒരു എഫക്റ്റീവ് ടീച്ചർ ആവണം, അവിടെ ആ ഒരു സ്റ്റുഡൻസിനെ കൈകാര്യം ചെയ്യേണ്ട റൈറ്റ് അപ്രോച്ച് ഏതാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ടോപ്പിക്ക് സഹായിക്കും. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ടീച്ചിങ് ഇസ് ഓട്ടോക്രാറ്റിക് ടീച്ചിങ്. ഓട്ടോക്രാറ്റിക് ടീച്ചിങ് എന്നാൽ കംപ്ലീറ്റ്ലി ആ ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക, കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക ടീച്ചറായിരിക്കും. കംപ്ലീറ്റ്ലി ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡായിരിക്കും ആ ഒരു ക്ലാസ് റൂം. അതായത് ഫുൾ അതോറിറ്റി കൺട്രോൾ ചെയ്യുന്നത് ടീച്ചറായിരിക്കും. അവിടെ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ആസ് എ ഡിക്റ്റേറ്റർ ഓർ കമാൻഡർ എന്ന രീതിയിലായിരിക്കും. അതായത് ടീച്ചർ സ്റ്റുഡൻസിന് ഓർഡേഴ്സ് കൊടുക്കുന്നു, സ്വയം തന്നെ ഡിസിഷൻസ് ഉണ്ടാക്കുന്നു, അത് സ്റ്റുഡൻസിനോട് ചെയ്യാനായിട്ട് പറയുന്നു. സ്റ്റുഡൻസിന് അവിടെ ഒരു പാസീവ് ലിസണേഴ്സ് എന്നുള്ള റോള് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എന്താണോ ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അത് അതേപടി ഫോളോ ചെയ്യുന്നു. തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവകാശം സ്റ്റുഡൻസിനില്ല എന്നുള്ള ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ് ഓട്ടോക്രാറ്റിക് ടീച്ചിങ്. അതിലെന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീഷൻ മാത്രമാണ്. അതായത് ഡിസിപ്ലിനോടുകൂടി ഒബീഡിയൻ്റ് ആയിട്ട് ആ സിലബസ് കംപ്ലീഷൻ മാത്രമാണ് ആ ഒരു കൈൻഡ് ഓഫ് ടീച്ചിങ്ങിൽ ഉണ്ടായിരിക്കാം. മെയിൻലി ഓട്ടോക്രാറ്റിക് ടീച്ചിങ് ആർ സ്യൂട്ടഡ് ഫോർ മിലിറ്ററി ക്യാമ്പയിൻസ്, ഫോർമൽ ട്രെയിനിങ് സെറ്റപ്സ് എന്നിവിടങ്ങളിലാണ് ഓട്ടോക്രാറ്റിക് ടീച്ചിങ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോക്രാറ്റിക് ടീച്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയായിരിക്കും ഓട്ടോക്രാറ്റിക് ടീച്ചിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? അതായത് സ്ട്രിക്റ്റ് ഓർഡേഴ്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് എന്താണോ കമാൻഡർ പറയുന്നത് അത് അതേപടി സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാര്യം ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് എന്താണ് അവിടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റുഡൻസിൻ്റെ റോൾ ഒന്നും തന്നെ ഇല്ല, കമാൻഡ് ചെയ്യുന്നതോടുകൂടി അത് അതേപടി ഫോളോ ചെയ്യുന്നു. ഇത് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആവുന്നത് ഒരു ലാർജ് ക്ലാസ്സസിലായിരിക്കും. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോക്രാറ്റിക് ടീച്ചിങ്. എന്തൊക്കെയായിരിക്കും ഡിസ്അഡ്വാൻറ്റേജസ്? നമ്മൾ പറഞ്ഞു ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ പാസീവ് ലിസണേഴ്സ് ആയിരിക്കും എന്നത്. അതായത് സ്റ്റുഡൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ സ്കിൽ ഡെവലപ്മെൻറ്റ്, ക്രിയേറ്റിവിറ്റി എന്നുള്ളതിനൊന്നും ഒരു ഏരിയയും ഈ ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരായിരിക്കും. സോ ഫസ്റ്റ് കംസ് സപ്രസസ് ക്രിയേറ്റിവിറ്റി. അതുപോലെ തന്നെ ടീച്ചർ മാത്രമായിരിക്കും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, കമാൻഡ് ചെയ്യുന്നു, സ്റ്റുഡൻസ് അതേപോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഒട്ടും തന്നെ ഉണ്ടായിരിക്കില്ല. പിന്നെ കമാൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പേടി ഡെവലപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അതായത് പേടി ഉണ്ടാവുക അല്ലെങ്കിൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുക, അത്തരത്തിലായിരിക്കും ഓട്ടോക്രാറ്റിക് ടീച്ചിങ്ങിൽ വരുന്നുണ്ടായിരിക്കുക. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോക്രാറ്റിക് ടീച്ചിങ്, ദാറ്റ് ഈസ് ഇറ്റ് ഡെവലപ്സ് ഫിയർ ആൻഡ് ഡിപ്പെൻഡൻസി. സെക്കൻഡ് ടൈപ്പ് ഓഫ് ടീച്ചിങ് ഇസ് ഡെമോക്രാറ്റിക് ടീച്ചിങ്. ഡെമോക്രാറ്റിക് ടീച്ചിങ് എന്നാൽ ലേണർ സെൻറ്റേർഡ് മെത്തേഡായിരിക്കും അവിടെ ഒരു ടീച്ചർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ടീച്ചറും സ്റ്റുഡൻസും ഒരേപോലെ ഡിസിഷൻസും ഐഡിയാസും എല്ലാം ഷെയർ ചെയ്തായിരിക്കും ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഗൈഡ് എന്ന പോലെ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്ന പോലെ ഒരു കൈൻഡ് ഓഫ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ വരുന്ന സമയത്ത് ടീച്ചർ അവിടെ ഒരു മോട്ടിവേറ്റർ എന്ന പോലെ എൻകറേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റോൾ ആയിരിക്കും ടീച്ചറിനുണ്ടായിരിക്കാം. സ്റ്റുഡൻസിനാണെങ്കിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊരു സ്പേസ് ഡെമോക്രാറ്റിക് ടീച്ചിങ്ങിൽ ഉണ്ടായിരിക്കും. അവരുടെ
ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് തിരിച്ച് ടീച്ചേഴ്സിനോട് ചോദിക്കാൻ, ഒരു കൊളാബറേറ്റ് എന്നുള്ള ലെവലിലായിരിക്കും ഡെമോക്രാറ്റിക് ടീച്ചിങ്ങിൽ സ്റ്റുഡൻസിൻ്റെ റോൾ ഉണ്ടായിരിക്കാം. മെയിൻലി അവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, ദെൻ കോപ്പറേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള എല്ലാ സ്കിൽസ് ഡെവലപ്മെൻറ്റിനുള്ള സ്പേസും ഡെമോക്രാറ്റിക് ടീച്ചിങ്ങിൽ ഉണ്ടായിരിക്കുന്നതാണ്. മെയിൻലി democratic teaching is best suited for higher education, discussion based learning എന്നുള്ള ഇടങ്ങളിലായിരിക്കും. അതായത് കുറച്ചുകൂടി റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് വരുന്ന രീതിയിൽ, സ്റ്റുഡൻസിന് ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അവർക്കൂടി ഒരു ഈക്വൽ സ്പേസ് കൊടുക്കുന്ന രീതിയിലായിരിക്കും ഡെമോക്രാറ്റിക് ടീച്ചിങ് വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡെമോക്രാറ്റിക് ടീച്ചിങ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും വരിക? അവിടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ എന്താണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അതായത് ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ് എന്നുള്ള ലെവല് ഈക്വൽ സ്പേസിലായതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് നമുക്ക് പറയാനായിട്ട് പറ്റും? എൻഹാൻസസ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അതായത് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഏതിലാണ് വരുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ് ഡൊമൈൻ എന്നുള്ള ഭാഗത്തായിരിക്കും വരുന്നുണ്ടായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഡെമോക്രാറ്റിക് ടീച്ചിങ്ങിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഇടയിൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ടും പറ്റും. പിന്നെ ഇത്തരത്തിലൊരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അതവിടെ പ്രവർത്തിക്കണം എന്നിങ്ങനെയൊക്കെ വരുമ്പോൾ ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിങ് എന്നത് ഡിസഡ്വാൻറ്റേജ് ആയി മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിസിപ്ലിൻ ഇഷ്യൂസും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈക്വൽ സ്പേസ് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി അവർ ഓപ്പൺ അപ്പ് ആയിട്ട് ഫ്രീഡം അവർക്ക് കിട്ടുന്ന സമയത്ത് എന്താണ് അവിടെ ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡെമോക്രാറ്റിക് ടീച്ചിങ് ആർ ടൈം കൺസ്യൂമിങ് and it can also lead to discipline issues. Third type of teaching is lazy spare teaching. Lazy spare teaching എന്നാൽ സ്റ്റുഡൻറ് സെൻറ്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് ഈ ഒരു ലെവലിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവിടെ സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സ് ആയിരിക്കും. സ്റ്റുഡൻസ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും ലേൺ ചെയ്യുന്നതും. അതായത് സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസിൽ ഒരു കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഒബ്സർവർ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ് റോള് മാത്രമായിരിക്കും ടീച്ചറിനുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സ്റ്റുഡൻസിന് ക്രിയേറ്റിവിറ്റി, സെൽഫ് ലേണിംഗ്, ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിലുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഫോക്കസ് എല്ലാം തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. മെയിൻലി ലേസി സ്പെയർ ടീച്ചിങ് സ്യൂട്ട് ചെയ്യുന്നത് റിസർച്ച് ബേസ്ഡ് ഏരിയാസിൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റിലൊക്കെയാണ് വരുന്നത്. Then comes advantages and disadvantages of lazy spare teaching. Lazy spare teachingൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും ഒറിജിനാലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ന്യൂ ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യാൻ, ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാൻ, ഇറ്റ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷെ നമുക്ക് ഇതേപോലെ തന്നെ ആ ഒരു സ്റ്റുഡൻറ്റിന് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓഫ് ടാസ്ക് ബിഹേവിയേഴ്സ് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരാനായിട്ട് ലേസി സ്പെയർ ടീച്ചിങ്ങിൽ ചാൻസസ് ഉണ്ട്. സോ ടൈപ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ടൈപ്സ് ആണ് പറയുന്നത്. ഓട്ടോക്രാറ്റിക് ടീച്ചിങ്, ഡെമോക്രാറ്റിക് ടീച്ചിങ് ആൻഡ് ലേസി സ്പെയർ ടീച്ചിങ്. ഓട്ടോക്രാറ്റിക് ടീച്ചിങ് എന്നാൽ ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുന്നത്. ഡെമോക്രാറ്റിക് ടീച്ചിങ് എന്ന് പറയുന്നത് ലേണർ സെൻറ്റേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ ലേസി സ്പെയർ ടീച്ചിങ് എന്ന് പറയുന്നത് ഫ്രീഡം ഓറിയൻറ്റഡ് ആയിരിക്കും. ഓക്കെ, ലേണർ സെൻറ്റേർഡ് കൂടിയായിരിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫുൾ ഫ്രീഡം സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേണർ സെൻറ്റേർഡിലുപരി നമുക്ക് ലേസി സ്പെയർ ടീച്ചിങ്ങിനെ ഫ്രീഡം ഓറിയൻറ്റഡ് ടീച്ചിങ് എന്നതുകൂടി പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോരോ കീവേഡ്സ് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഓട്ടോക്രാറ്റിക് ടീച്ചിങ് പറയുമ്പോൾ സ്ട്രിക്റ്റ് കൺട്രോൾ. ഓക്കെ, അതേപോലെ ഒരു കമാൻഡർ റോളാണ് എന്നുണ്ടെങ്കിൽ ടീച്ചർ എന്നുണ്ടെങ്കിൽ അത് ഓട്ടോക്രാറ്റിക് ആയിരിക്കും. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഒരു ഗൈഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും. അവിടെ എന്താണ് സ്റ്റുഡൻസിന് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരിക്കും.
ലേസി സ്ഫിയർ ടീച്ചിങ് ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് എന്താണ് അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലേൺ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കും. അവിടെ ടീച്ചർ എന്ന് പറയുന്ന ആൾക്ക് ഒരു മിനിമൽ കൺട്രോൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള കീവേഡ്സ് ഓർത്ത് വയ്ക്കാം. ടൈപ്സ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി ആ ഒരു ടൈപ്സ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ഏതൊക്കെ രീതിയിലാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് there on your screen. Autocratic teaching strategy is also known as option 1 group discussion, option 2 project, option 3 lecture and option 4 brainstorming. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ പറയാനായിട്ട് പറ്റും. നമുക്ക് എന്താണെന്നറിയാം, ഓട്ടോക്രാറ്റിക് ടീച്ചിങ് എന്നുള്ളത് തികച്ചും ലെക്ചർ മാത്രമായിരിക്കും അല്ലേ. ടീച്ചേഴ്സ് മാത്രമാണ് അവിടെ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡായിട്ട് ടീച്ചർ മാത്രമാണ് അവിടെ റോള് പ്ലേ ചെയ്യുന്നത്. ടീച്ചർ കമാൻഡ് ചെയ്യുന്നു, അത് അതേപോലെ സ്റ്റുഡൻസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 ലെക്ചർ ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് an autocratic teacher. Option 1 helps students individually. Second option gives a lot of independence to the students. Option 3 trusts students. Option 4 keeps a strict control on the students. ഇതൊന്നും നമുക്കൊരു കീവേഡ് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും, സ്ട്രിക്റ്റ് കൺട്രോൾ അല്ലെ. നമ്മൾ ഓട്ടോക്രാറ്റിക് ടീച്ചറിന് എന്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു, സ്ട്രിക്റ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത്തരത്തിൽ നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻ 4 ആണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്, കീപ്സ് എ സ്ട്രിക്റ്റ് കൺട്രോൾ ഓൺ ദി സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ ഹിയർ ഓപ്ഷൻ 4 is the right answer for this question. Third question നോക്കൂ. In a laissez-faire relationship, the students are more option 1 cooperative, option 2 competitive, option 3 authoritative and option 4 passive. അതായത് സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും ലേസി-സ്ഫെയർ റിലേഷൻഷിപ്പിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും, നമ്മൾ തികച്ചും സ്റ്റുഡൻറ് സെൻറ്റേർഡ് മെത്തേഡാണ് ലേസി-സ്ഫെയർ റിലേഷൻഷിപ്പ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പറേറ്റീവ് പറഞ്ഞോടെ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒരു നെഗറ്റീവ് മാനറിലാണ് പറയുന്നത്. നോക്കൂ, അതായത് കോമ്പറ്റേറ്റീവ് ആയിക്കോട്ടെ, അതോറിറ്റേറ്റീവ് ആയിക്കോട്ടെ. അതോറിറ്റേറ്റീവ് എവിടെയായിരിക്കും വരിക, ഓട്ടോക്രാറ്റിക്കിലാണ് വരിക അല്ലേ. അതുപോലെ തന്നെ പാസീവ് എന്ന് പറയുന്നതും ഓട്ടോക്രാറ്റിക്കിലാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് from the question itself it is very clear that option 1 cooperative is the answer. So the right answer for this question is option 1 cooperative. Question number 4 നോക്കൂ. What are the qualities of a democratic teacher? ഡെമോക്രാറ്റിക് ടീച്ചർ എന്നുള്ളത് നമുക്കറിയാം ലേണർ സെൻറ്റേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഗൈഡിനെ പോലെ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്ററിനെ പോലെയാണ് ആക്ട് ചെയ്യാൻ നമുക്കറിയാം. പിന്നെ നമ്മൾ നോക്കിയിരുന്ന കീവേഡ് എന്തായിരുന്നു, യെസ്, സ്റ്റുഡൻസിന് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് ചിന്തിക്കാനുള്ളൊരു സ്പേസ് എവിടെ കിട്ടുന്നുണ്ട്, ഡെമോക്രാറ്റിക് ടീച്ചിങ്ങിൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്രയും കീവേഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റ നോട്ടം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഓപ്ഷൻ 4 ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഡെമോക്രാറ്റിക് ആയിട്ട് പറയുന്നതാണോ, ഈസി ഗോയിങ്, എംപത്തറ്റിക്, ഇതെന്തായാലും വരില്ല അല്ലേ. ദെൻ ഓപ്ഷൻ 2 എക്സ്പെക്ട്സ് വിഗറസ് ഡിസിപ്ലിൻ, എക്സ്പെക്ട്സ് സ്വിഫ്റ്റ് ഒബീഡിയൻസ്, ഡിസ്കറേജ് എന്തായാലും ചെയ്യില്ല. അപ്പോൾ അതെല്ലാം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പറയുന്നത്. ദെൻ തേർഡ് ഓപ്ഷൻ നോക്കൂ, ആൻ അപ്രോച്ച് ടു ചൈൽഡ് റെയറിംഗ് ദാറ്റ് കമ്പൈൻസ് വാംത്ത്, സെൻസിറ്റിവിറ്റി ആൻഡ് സെറ്റിംഗ് ഓഫ് ലിമിറ്റ്സ്. നോ. ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ, gives an adequate opportunity to their students to have maximum learning in form of creativity and critical thinking, and also students learn from their own mistakes. Yes, ഇതാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഡെമോക്രാറ്റിക് ടീച്ചറുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ ഹിയർ ഓപ്ഷൻ 4 വിൽ ബി ദി റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. അതായത് 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നതാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 നോക്കിക്കേ. One of the basic principles of the progressive way of teaching is that education should be life itself rather than a preparation for a living. അതായത് പ്രോഗ്രസീവ് വേ ഓഫ് ടീച്ചിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്നത് ലൈഫ് തന്നെയാണ്, അല്ലാതെ ലൈഫിന്റെ പുരോഗമനത്തെക്കുറിച്ച് മാത്രമല്ല എന്നതാണ് പറയുന്നത്. അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, മറിച്ച് ജീവിതം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷണൽ റിഫോമർ ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഫിലോസഫർ ആയിട്ടുള്ള ജോൺ ഡെവി
ഇതേപോലെ തന്നെയാണ് എഡ്യൂക്കേഷനെ പറയുന്നത്. എഡ്യൂക്കേഷൻ ഇസ് നോട്ട് പ്രിപ്പറേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഇസ് ലൈഫ് ഇറ്റ് സെൽഫ് എന്ന് തന്നെയാണ് പറയുന്നത്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, ലോജിക്കലി ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കൂ. അക്കോർഡിംഗ് ടു ദി റീകൺസ്ട്രക്ഷനിസ്റ്റ് വ്യൂ ഓഫ് എഡ്യൂക്കേഷൻ ദ ന്യൂ സോഷ്യൽ ഓർഡർ മസ്റ്റ് ബി ജെന്യൂൻലി ഡെമോക്രാറ്റിക്. അതായത് ഇവിടെ ഒരു തിയറിനെ കുറിച്ചാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദി റീകൺസ്ട്രക്ഷനിസ്റ്റ് വ്യൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് റീകൺസ്ട്രക്ഷനിസ്റ്റ് വ്യൂ എന്ന് പറയുന്നതോടുകൂടി തന്നെ അവിടെ ഒരു തിയറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സോഷ്യൽ റീകൺസ്ട്രക്ഷനിസം എന്നൊരു റെലവൻറ്റ് തിയറിയെ കുറിച്ചാണ് പറയുന്നത്. ആ തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് നമ്മൾ എപ്പോഴും ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലോട്ട് വേണം സ്റ്റുഡൻസിന് നമ്മൾ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നതാണ് പറയുന്നത്. അതായത് കൂടുതൽ അവരെന്താണ് അവർ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ, അവർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കാം പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതെന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ ബിലീവ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ സോഷ്യൽ ഓർഡർ ദാറ്റ് മസ്റ്റ് ബി ജെന്യൂൻലി ഡെമോക്രാറ്റിക്. ഡെമോക്രാറ്റിക് ടീച്ചിങ്ങിന് എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്, അവിടെ ലേണേഴ്സ് സെൻറ്റേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് എന്താണ് അവിടെ ഒരു സെൽഫായിട്ട് ലേൺ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അവർ തന്നെ പ്ലാൻ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ലേൺ ചെയ്യുന്ന രീതിയാണ് അവിടെ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും പറയാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്ന് പറയാൻ പറ്റും. Therefore, for this question, both statement 1 and 2 are